ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പഴയ നിയമ പുസ്തകമായ സംഖ്യയിൽ 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലെ കർത്താവ് മോശയോട് ഒരു ചോദ്യം ചോദിക്കുക. ചോദ്യം ഇതാണ്: കർത്താവ് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. എന്താ ഈ ചോദ്യത്തിൻ്റെ കോണ്ടസ്റ്റ്? കർത്താവ് അടുത്ത ദിവസം ഇസ്രായേൽ ജനത്തിൻ്റെ ആവശ്യം അനുസരിച്ച് അവർക്ക് ഭക്ഷിക്കാൻ ഇറച്ചി കൊടുക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മോശ അത്ഭുതപ്പെടുക. കാരണം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവർക്കെല്ലാം നാളെ എങ്ങനെ കർത്താവ് ഇറച്ചി സംഘടിപ്പിക്കും? ഇതാണ് മോശയുടെ ഒരു സംശയം. അപ്പോൾ കർത്താവ് മോശയോട് ചോദിക്കുകയാണ്, എൻ്റെ കൈക്ക് എന്താ നീളം കുറഞ്ഞു പോയോ? ഈ കുറഞ്ഞു പോയോ എന്ന് ചോദിക്കാൻ കാരണമുണ്ട്. കാരണം ഇതുവരെ കടന്നു വന്ന വഴികളിൽ ചെങ്കടലിനെ വിഭജിച്ചതടക്കം ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മോശ കണ്ടിട്ടുമുണ്ട്. മോശയ്ക്ക് വിശ്വാസമാണ്. പിന്നെ എന്താണ് ഇപ്പം നീ ഇങ്ങനെ സംശയിക്കാൻ കാരണം? എന്തേ എൻ്റെ ശക്തി അടക്കി വെച്ച് തീർന്നു പോയി എന്നാണെന്ന് വിചാരിക്കുന്നത്? ഇതാണ് ദൈവം മോശയോട് ചോദിക്കുന്ന ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മോടും കർത്താവ് ഈ ചോദ്യം ചോദിക്കുക. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർത്താവ് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ, നമ്മൾ കരഞ്ഞപ്പോൾ, നമ്മൾ നിലവിളിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ലേ? നമ്മളെ അനുഗ്രഹിച്ചിട്ടില്ലേ? നമ്മളെ ആശ്വസിപ്പിച്ചിട്ടില്ലേ? കർത്താവ് നമ്മൾ ഇത്രയും നടത്തിയില്ലേ? കർത്താവ് ചോദിക്കുക, എന്തേ ഇപ്പോൾ ഒരു ചഞ്ചലപ്പ്? ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവാനുഭവങ്ങൾ ഓർക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതനുസരിച്ച് കൂടുതൽ കർത്താവിൽ ആഴപ്പെട്ട് വിശ്വസിച്ച് വിശ്വാസത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് വളരേണ്ടവരല്ലേ നമ്മളെല്ലാവരും? പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു ജീവിതം കെട്ടിപ്പടക്കാം. ഇന്നലകളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുവെങ്കിൽ നാളെയും കർത്താവ് ഇടപെടും, കർത്താവ് നയിക്കും. അപ്പം അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കൂദാശ ജീവിതത്തിനും വളരെ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.